മാത്സ് എക്സാമിന് എല്ലാം പഠിച്ചിട്ടും ഉത്തരങ്ങൾ കൃത്യമായി എഴുതിയിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോകാറുണ്ടോ? പലപ്പോഴും നമ്മൾ തോൽക്കുന്നത് ഉത്തരത്തിലല്ല, മറിച്ച് അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചറുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്ന കുറേ നമ്പറുകളും അതുപോലെ തന്നെ ഒരുപാട് വെട്ടും തിരുത്തും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു ടീച്ചറിന് മാർക്ക് ഇടാൻ അത്ര തോന്നുമോ? ഇല്ല. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാത്തമാറ്റിക്സ് സബ്ജക്റ്റീവ് പേപ്പർ എങ്ങനെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ വൃത്തിയായിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ എഴുതാന്നുള്ളതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. നമുക്കൊരു ഉദാഹരണത്തിലൂടെ തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ വളരെ കൃത്യമായിട്ട് ക്രിസ്പായിട്ട് അറിയുന്നത് ആ ഒരു ചോദ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ അറിയുന്നത് മാത്രം ആദ്യം എഴുതി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ടീച്ചറിൻ്റെ ഉള്ളിൽ അത് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയും അത് നമുക്ക് നല്ല സ്കോർ കിട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു. അതല്ലാതെ നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇംപ്രഷൻ അല്ല. സോ നമുക്ക് അറിയുന്ന ചോദ്യം ഏതാണോ അതിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സോ ഇവിടെ 12th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ 12th ക്വസ്റ്റ്യൻ പറയുന്നത് ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 21 ആൻഡ് 9th ടേം ഈസ് 37. അതിലെ താഴെയായിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പർ ജസ്റ്റ് ഒരു മാർജിനൊക്കെ വരച്ച് ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ മുകളിലായിട്ട് നിങ്ങളുടെ നെയിം ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിനി 12th ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, മാർജിൻ്റെ ലെഫ്റ്റിലായിട്ട് നമ്പർ ഇട്ടു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന ഡാറ്റ 5th ടേം 21ഉം അതുപോലെ തന്നെ 9th ടേമും എന്താണ് 37ഉമാണ്. സോ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആക്ച്വൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മളൊന്ന് എടുത്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഗിവൺ ദാറ്റ് 5th ടേം ഈസ് ഈക്വൽ ടു എത്രയാണ്, 21 ആണ്. അതുപോലെ തന്നെ 9th ടേം 37 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്, 7th ടേം ആണ്, അതായത് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ കുറച്ച് താഴെ നിന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് 7th ടേം. 7th ടേം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫോസ് ഉപയോഗിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം 5th ടേം ഇസ് ഈക്വൽ ടു എ പ്ലസ് 4d ആണ്. ഫസ്റ്റ് ടേം പ്ലസ് 4 കോമൺ ഡിഫറൻസ് ആണ്. ഇനി 9th ടേം എന്ന് പറയുന്നത് എ പ്ലസ് 8d ആണ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് 4dയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 21 ആണ്. അതുപോലെ തന്നെ എ പ്ലസ് 8dയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 37 ആണ്. സോ ഇതിനെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം, ഇതിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നൗ വി ഹാവ് ടു ഫൈൻഡ് എ ആൻഡ് ഡി. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനെ മൈനസ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, എ മൈനസ് എ പ്ലസ് 8d മൈനസ് 4d ഇസ് ഈക്വൽ ടു 37 മൈനസ് 21. ഓക്കെ ആണല്ലോ. സോ എ മൈനസ് എ 0 ആണ്. 8d മൈനസ് 4d എന്ന് പറഞ്ഞാൽ 4d ആണ്. സോ 4d ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. d ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 4, അതായത് d ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഡീൻ്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് d is equal to 4 in equation 1. So a plus 4 into 4 is equal to 21 ആണ്. That means a plus 16 is equal to 21 ആണ്. അങ്ങനെയാണെങ്കിൽ a is equal to
21 minus 16. സോ എ ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ എൻ്റെ വാല്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തത് ജസ്റ്റ് കിട്ടിയത്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു പേജിലായിട്ട് ബാക്കി എഴുതാം. സോ നമുക്ക് കാണാനുള്ളത് എന്താ, വി ഹാവ് ടു ഫൈൻഡ് 7th ടേം ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കുക, 7th ടേം ആണ് കാണാനുള്ളത്. ദാറ്റ് മീൻസ് 7th ടേം ഈസ് ഈക്വൽ ടു 7th ടേം ഈസ് ഈക്വൽ ടു എ പ്ലസ് 6d ആണല്ലോ. സോ എ പ്ലസ് 6d ഈസ് ഈക്വൽ ടു എൻ്റെ വാല്യൂ 3 ആണ്. നമുക്ക് ലാസ്റ്റ് പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വാല്യൂ 5 ആണ്. സോ 5 പ്ലസ് ഡീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് 4 ആണ്. 6 into 4. സോ 5 പ്ലസ് 6 into 4 എന്ന് പറയുന്നത് 24 ആണ്. സോ 5 പ്ലസ് 24 നമുക്ക് ആൻസർ 29 ആയിട്ട് വരും. സോ നമുക്ക് അതിന് താഴെയായിട്ട് ഹെൻസ് 7th ടേം ഈസ് 29 എന്ന് എഴുതി ആ ഒരു ആൻസർ എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് ചെയ്തു, നമ്മളവിടെ എൻഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ആദ്യം എഴുതിയ ഒരു ആൻസർ ഷീറ്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ഈക്വൽ ടു അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ സിമ്പിളൊക്കെ തന്നെ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സോ ആ രൂപത്തിൽ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുകയും വളരെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. സോ ഈ ഒരു രൂപത്തിൽ നമ്മൾ ആൻസർ പേപ്പർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടീച്ചറിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് അത് കിട്ടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആവും. ഒബ്വിയസ്ലി നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈവൻ സ്റ്റെപ്സിനൊക്കെ നല്ല രീതിയിൽ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഈക്വൽ ഇട്ട് കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് കാൽക്കുലേഷൻസ് അവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ ഒരു കോർണറിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ബി ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തീരാണ്. ഓക്കെ, കറക്റ്റ് പ്രോപ്പർലി കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട്, അതായത് ഒരു ടീച്ചറിന് മനസ്സിലാവണം, അതായത് ഇത് കഴിഞ്ഞു, എ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു, ബി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് താഴെ ബി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ആ രൂപത്തിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുകയും അത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു. സോ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ബ്ലോക്സ് ആക്കി എഴുതുന്ന സമയത്ത് ഈവൻ നിങ്ങളുടെ ലാസ്റ്റ് ആൻസർ തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയത് കൊണ്ട് അവിടെ സ്റ്റെപ്സ് ഈസിലി ടീച്ചറിന് മനസ്സിലാക്കാൻ കഴിയുകയും അതിന് നിങ്ങൾക്ക് സ്റ്റെപ്സിന് മാർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറിച്ച് നിങ്ങളെല്ലാം കൂടി വാരി വലിച്ചാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ആ ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ്റെ മാർക്ക് പോകാനാണ് കൂടുതൽ ചാൻസ്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൗ ടു ഹാൻഡിൽ മിസ്റ്റേക്സ്. നമ്മൾ എഴുതുന്ന സമയത്ത്, ആൻസർ എഴുതുന്ന സമയത്ത് ഒരു കാര്യം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എന്താണത് ചെയ്യേണ്ടത്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ പലരും എന്താ ചെയ്യുന്നത്, ജസ്റ്റ് പേപ്പർ കീറുന്ന രൂപത്തിൽ അവർ പല രൂപത്തിൽ കുത്തിവരക്കും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു പേപ്പർ നോക്കുന്ന സമയത്ത് വളരെ ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ മാർക്ക് ലോസ് ആവാൻ നിങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സോ എന്താണ് നിങ്ങൾ ആ ഒരു അവസരത്തിൽ ആക്ച്വലി ചെയ്യേണ്ടത്? സോ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു ബി ക്വസ്റ്റ്യൻ എഴുതിയ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. കാരണം നമ്മളോട് ഇവിടെ 13th ടേം ആണ് ചോദിക്കുന്നത്. 13th ടേം എന്ന് പറയുമ്പോൾ A+12D ആണ് വരേണ്ടത്. പക്ഷെ ഞാൻ അറിയാതെ A+11D എന്ന് എഴുതിപ്പോയി. എൻ്റെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ എക്സാമിനേഷനിൽ നമുക്ക് നോർമലി സംഭവിക്കുന്ന ഒരു ഇററാണിത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക, ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഞാൻ ഇതിനെ വെട്ടുക? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ചെറിയൊരു ബോക്സി ടൈപ്പ് ആക്കുന്നതിനെ. ഓക്കെ, നിങ്ങൾ കയ്യിൽ സ്കെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർലി എന്ത് ചെയ്യുക, ജസ്റ്റ് ബോക്സ് ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സിൽ റെപ്രസെൻ്റ് ചെയ്ത് കുറുകെ ഡയഗണലായിട്ട് ജസ്റ്റ് ഒരു ലൈന് മാത്രം വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർ ബോക്സ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ടീച്ചറിന് മനസ്സിലാവും ഈ ഒരു ബോക്സിൽ വരുന്ന എന്താണ് മിസ്റ്റേക്ക് പറ്റി വെട്ടിയതാണ്. അല്ലാതെ എന്ത് ചെയ്യരുത്, പേപ്പർ കീറുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്നായിട്ട് വെട്ടി എന്ത് ചെയ്യരുത്, നമ്മൾ ഇങ്ങനെയൊന്നും ആക്കിയിട്ട് എന്ത് ചെയ്യരുത്, അതിനെ ആകെ അലങ്കോലമാക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡയഗണലി ഒരു ക്രോസ് മാത്രം ചെയ്താൽ മതി. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിലനിർത്താനും ഈവൻ ദോ നമ്മളേക്കൊന്നൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും അതങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിൽക്കും. എന്തെയില്ല, ഭയങ്കര അലങ്കോലമായിട്ട് അതൊരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഓർക്കുക, ചിലപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനെ നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റി ബാക്കിയുള്ള പ്രസൻറ്റേഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 മാർക്ക് തരേണ്ടടുത്ത് ടീച്ചർ 4 മാർക്ക് തരും. സോ പ്രസൻറ്റേഷൻ മാറ്റേഴ്സ്. അടുത്ത എക്സാം വരുന്ന സമയത്ത് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സസിനും ടിപ്സ് ആൻഡ് ട്രിക്സിനും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.